Hi everyone, welcome to Commerce World. Calicut University second semester M.Com Advanced Corporate Accounting എന്ന സബ്ജക്റ്റിത്തെ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ചാപ്റ്റർ 2 അക്കൗണ്ടിംഗ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ് ആണ്. സോ ഇതിൽ നമ്മൾ തിയറി ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ പ്രോബ്ലം ഇപ്പം ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്കിത് നോക്കി പോകാനുള്ള സമയം ഉണ്ടാവില്ല, ബിക്കോസ് ഇത് വലിയൊരു ചാപ്റ്റർ കൂടിയാണ്. സോ ഇതിത്തെ പ്രോബ്ലം അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത്. ഓക്കെ, സോ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക. ഇത് കുറച്ച് കൺഫ്യൂഷൻ കൂടിയുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, സോ ഇതിലത്തെ തിയറി ഒക്കെ നമുക്ക് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഈ തിയറി ഒക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് പോവാം. സോ തിയറി വന്നിട്ട് എക്സാമിന് വരുന്നതാണ്. ഓക്കെ, സോ ലാസ്റ്റ് മിനിറ്റിൽ പ്രോബ്ലം നോക്കാൻ നിൽക്കരുത്. തിയറി തന്നെ ഏകദേശം നോക്കി പോകാനായിട്ട് നോക്കുക. ലാസ്റ്റ് മിനിറ്റിൽ നിൽക്കുന്നവർ, അല്ലാതെ നോക്കിയിട്ടുള്ളവർക്കും ഓക്കെയാണ്, പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ തിയറി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ബിക്കോസ് പ്രോബ്ലം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, സോ അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം അനുസരിച്ച് എന്താവുമെന്നോ പഠിച്ചിട്ട് പോകും. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിൽ ചിലപ്പോൾ പ്രോബ്ലം പെട്ടെന്ന് കിട്ടുന്നവർക്ക് ഓക്കെ, അല്ലാതെ വരുന്നവർക്കാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഇതിനാദ്യം വരുന്നത് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അതായത് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിന് വന്നിട്ട് ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് നമ്മളുടെ ഈ റീസ്ട്രക്ചറിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മളുടെ മെർജേഴ്സ്, അക്വിസിഷൻസ്, ടേക്ക് ഓവേഴ്സ്, ഇതെല്ലാമാണ് നമ്മളുടെ അക്കൗണ്ടിംഗ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് ആർ ദ ടു മോസ്റ്റ് കോമൺലി അപ്ലൈഡ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ് സ്ട്രാറ്റജി വിച്ച് ആർ ഓഫൻ എക്സ്പ്രസ്ഡ് ഇൻ ദ സെയിം ബ്രെത്ത് ബട്ട് ദേ ആർ നോട്ട് ഓൺ ആൻഡ് ദ സെയിം. അതായത് ഇത് രണ്ടും ഒന്നല്ല, അതായത് മെർജറും അക്വിസിഷനും രണ്ടും ഒന്നല്ല, രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, മെർജർ എന്ന് പറഞ്ഞാൽ ടു കമ്പൈൻ എന്നുള്ളതാണ്, അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ടു അക്യൂർ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് രണ്ടിന്റെയും ഡിഫറൻസ് ഇതാണ്, ടു കമ്പൈൻ ടു അക്യൂർ എന്നുള്ളതാണ്. കമ്പൈൻ എന്ന് പറയുമ്പോൾ അതായത് എ ലിമിറ്റഡും ബി ലിമിറ്റഡും നമ്മൾ കമ്പൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ടും ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ലൈക്ക് എ ലിമിറ്റഡും ബി ലിമിറ്റഡും ഒരുമിച്ചിട്ട് നമ്മൾ സി ലിമിറ്റഡ് എന്നുള്ള ഒരു സ്ഥാപനം തുടങ്ങുകയാണ്. പക്ഷെ നമ്മുടെ അക്യൂർ എന്ന് പറയുന്നത് എ ലിമിറ്റഡും ബി ലിമിറ്റഡ് വന്നിട്ട് അക്യൂർ ചെയ്യാണ്. അതായത് എ ലിമിറ്റഡ് പ്ലസ് ബി ലിമിറ്റഡ്, എ ലിമിറ്റഡ് വന്നിട്ട് ബി ലിമിറ്റഡിന് എടുത്തു എന്നുള്ളതാണ് നമ്മൾക്ക് അക്യൂർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് ടു എൻഗേജ് ദ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ, ദെൻ ഓർഡിനറിലി റീഡയറക്ഷൻ ഓഫ് ദ ഫേംസ് ആക്ട്, ദെൻ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ട്, ദെൻ ഡെവലപ്മെന്റ് ഓഫ് കോർ കോമ്പറ്റീറ്റൻസ്, ദെൻ ടു ഒബ്റ്റെയിൻ ടാക്സ് അഡ്വാൻറ്റേജസിന് വേണ്ടിയിട്ട്, ദെൻ അതേപോലെ തന്നെ ടു ഹാവ് ആക്സസ് ടു ബെറ്റർ ടെക്നോളജി, ദെൻ ടു ബിക്കം ഗ്ലോബലി കോമ്പറ്റേറ്റീവ്, ദെൻ ടു ഇൻക്രീസ് ദ മാർക്കറ്റ് ഷെയർസ്. ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളുടെ റീസ്ട്രക്ചറിംഗ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഇതിൽ ആദ്യം വരുന്നത് അക്വിസിഷൻ എന്താണ് എന്നുള്ളതാണ്. സോ ദ അക്വിസിഷൻ മീൻസ് ദ കമ്പനി ടേക്സ് ഓവറോൾ കൺട്രോൾ ഓഫ് ദ ടാർഗറ്റ് കമ്പനി. അക്വിസിഷൻ ഈസ് ബൈയിങ് ഔട്ട് എ കമ്പനി ബൈ അനദർ കമ്പനി ആൻഡ് ദ അക്വേർഡ് കമ്പനി യൂഷ്വലി ലോസ് ഇറ്റ്സ് ഐഡന്റിറ്റി. അതായത് ഒരു കമ്പനി ഇന്നൊരു കമ്പനിനെ അക്വയർ ചെയ്യാണ്. അതായത് എ ലിമിറ്റഡ് ബി ലിമിറ്റഡ് എന്ന് വെക്കുക, എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ അക്വയർ ചെയ്യാണ്. ബി ലിമിറ്റഡിന് വന്നിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇനി പോയാലും ലോസ് ആണ്, ഉള്ള കടങ്ങളൊന്നും കൊടുക്കാനും പറ്റത്തില്ല എന്ന് വരുന്ന സമയത്ത് എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ അക്വയർ ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അക്വിസിഷൻ. ദെൻ ഈ അക്വിസിഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ടേം ആണ്. ഓക്കെ, അക്വിസിഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ടേം ആണ്. അതേപോലെ തന്നെ ദ ഫേം വിച്ച് അക്വയർ അനദർ ഫേം ഇസ് നോൺ ആസ് ദ അക്വയറി കമ്പനി, while the company which is being acquired is known as target company എന്നും കൂടി നമ്മൾ അതിനെ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് അക്വിസിഷൻ. ദെൻ ഈ ടേക്ക് ഓവർ എന്ന് പറയുന്നത് സച്ച് അക്വിസിഷൻ ആണ്. അതായത് നമ്മുടെ അക്വിസിഷൻ പോലെ വരുന്നതാണ് ജസ്റ്റ് ടേക്ക് ഓവർ എന്ന് പറയുന്നത്. രണ്ടും ഒന്നാണ്. ഓക്കെ, പക്ഷെ ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ അക്വിസിഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ആണ്, പക്ഷെ ടേക്ക് ഓവർ എന്ന് പറയുന്നത് അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇത് രണ്ടത്തെ മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് മെർജർ ആണ്. മെർജർ എന്ന് പറയുന്നത് മ്യൂച്വൽ കൺസോളിഡേഷൻ ആണ്. അതായത് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതിലെന്താ ചെയ്യുക, രണ്ട് കമ്പനി വന്നിട്ട് ഒരുമിച്ച് കൊണ്ടുവരിക അല്ലേ, അതാണ് നമ്മുടെ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചത്. അതേപോലെയാണ് മെർജറിലും വന്നിട്ട് ടു ഓർ മോർ എൻറ്റിറ്റീസ് ആണ്. ഓക്കെ, നമ്മുടെ അക്വിസിഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയാണ്. ഓക്കെ, ഒരു കമ്പനി ഇന്നൊരു കമ്പനി എന്നുള്ളത് മാത്രമാണ്, ഒരു കമ്പനി ഇന്നൊരു കമ്പനിനെ എടുത്തു എന്നുള്ളത് ജസ്റ്റ് അത് മാത്രമേ ഉള്ളൂ. പക്ഷെ മെർജർ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ഒന്നിൽ കൂടുതൽ കമ്പനീസിനെയോ വന്നിട്ട് കൊണ്ടുവരുന്നതാണ്. അതായത് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്, മ്യൂച്വലി കൺസോളിഡേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മുടെ മെർജർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് വന്നിട്ട് ഒരു ന്യൂ എന്റർപ്രൈസ് ആയിട്ട് ഫോം ചെയ്യും. അതിന് വന്നിട്ട് ഒരു ന്യൂ നെയിം ആയിരിക്കും നമ്മൾ ഇടുന്നത്. എ ലിമിറ്റഡ് ബി ലിമിറ്റഡുമായിട്ട് മെർജ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു കമ്പനി കൊണ്ടുവന്നു, ആ കമ്പനിക്ക് നമ്മൾ പേരിട്ടതാണ് സി ലിമിറ്റഡ് എന്നുള്ളത്. ഓക്കെ, ദെൻ
ഇറ്റ് ഈസ് ഡൺ ഐദർ ബൈ ദ വേ ഓഫ് അമാൽഗമേഷൻ ഓർ അബ്സോർപ്ഷനിലൂടെ അത് നടക്കും. അമാൽഗമേഷനും അബ്സോർപ്ഷനിലൂടെയാണ് ഈ മെർജർ നടക്കുന്നത്. ഓക്കെ, ദെൻ അക്വിസിഷൻ or otherwise known as takeover is the business strategy in which one company takes the control of the another company. In a merger, multiple companies of similar size agree to their operations into a single entity in which there is shared ownership, control, profit. Then it is a type of amalgamation. Then the reason for the adopting the merger by many companies is that to unite the resources, strength, അതേപോലെ തന്നെ weakness of the merging companies along with the removing trade barriers, പിന്നെ അതേപോലെ തന്നെ leasing competitions, ഇതിനെല്ലാം വന്നിട്ട് ഗെയിൻ ചെയ്യാനായിട്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൊണ്ടുവന്നതാണ് ഈ മെർജർ എന്ന് പറയുന്നത്. ഓക്കെ, 2 or more companies ആയിരിക്കും, സിമിലർ സൈസ് ഉള്ളതായിരിക്കും. അതായത് നമ്മുടെ മൾട്ടിപ്പിൾ കമ്പനീസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരേപോലെ, അതായത് ഒരേ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്പനീസ് ആയിരിക്കും, സെയിം സൈസിലുള്ള കമ്പനി. അതായത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ലിമിറ്റഡിന്റെ ഷെയർ ക്യാപിറ്റൽ 10 lakh ആണ്, ബി ലിമിറ്റഡിന്റെ ഷെയർ ക്യാപിറ്റലും 10 lakh ആണ് എന്നുള്ളതാണ് നമ്മുടെ മെർജർ. ദെൻ നമുക്ക് ടൈപ്സ് ഓഫ് മെർജർ പറയുന്നുണ്ട്. ആദ്യം വരുന്നത് ഹൊറിസോണ്ടൽ മെർജർ ആണ്. ഹൊറിസോണ്ടൽ മെർജർ എന്ന് പറയുന്നത് രണ്ട് കമ്പനിയും സെയിം ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്നത്. ഓക്കെ, രണ്ട് കമ്പനിയും നമ്മൾക്ക് സെയിം ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്നതാണ്. എ ലിമിറ്റഡും ബി ലിമിറ്റഡും സെയിം ബിസിനസ് ആക്ടിവിറ്റി ആണെങ്കിൽ അതിനെയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ മെർജർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ മെയിൻ പേർപ്പസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് മെർജർ ഇസ് ടു ഒബ്റ്റൈൻ എക്കണോമിക് ഓഫ് സ്കെയിൽ ഇൻ പ്രൊഡക്ഷൻ ബൈ എലിമിനേറ്റിംഗ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ഫെസിലിറ്റേറ്റ്സ് ആൻഡ് ഓപ്പറേഷൻസ്. അതായത് നമ്മുടെ ഒരു എക്കണോമിക് പ്രൊഡക്ഷൻസ്, എക്കണോമിക് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക, അതേപോലെ തന്നെ ഈ ഡ്യൂപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് അതിനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. സോ it is the combination of 2 or more firm in the similar type of production distribution or area of the business എന്നുള്ളതാണ്. ദെൻ വെർട്ടിക്കൽ മെർജർ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജസ് ഉള്ള ഒരു അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു മെർജർ ആണ് ഈ വെർട്ടിക്കൽ മെർജർ എന്ന് പറയുന്നത്. ദിസ് മെർജർ ഹാപ്പൻ വെൻ 2 companies that have ബയറും സെല്ലറും റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് കൊണ്ടുവരുന്നതാണ് ഈ വെർട്ടിക്കൽ മെർജർ എന്ന് പറയുന്നത്. ഓക്കെ, ബയറും സെല്ലറും വന്ന് അവിടെ നമ്മളുടെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും നടത്തുന്ന സമയത്ത് കൊണ്ടുവരുന്നതാണ് വെർട്ടിക്കൽ മെർജർ. വെൻ കമ്പനി കമ്പൈൻസ് വിത്ത് ദ സപ്ലയർ ഓഫ് ദ മെറ്റീരിയൽ ഈസ് കോൾഡ് ബാക്ക്വേർഡ് മെർജർ ആൻഡ് വെൻ ഇറ്റ് ഈസ് കമ്പൈൻ വിത്ത് ദ കസ്റ്റമർ ഇസ് നോൺ ആസ് ഫോർവേഡ് മെർജർ. അതായത് നമ്മുടെ കമ്പനി കമ്പൈൻ ചെയ്യുന്നത് സപ്ലയറും മെറ്റീരിയലും ആയിട്ടാണെങ്കിൽ അത് നമ്മുടെ ബാക്ക്വേർഡ് മെർജർ എന്ന് പറയും. ദെൻ കസ്റ്റമർ എന്ന് പറയുന്നത് വെൻ ഇറ്റ്സ് കമ്പൈൻ വിത്ത് കസ്റ്റമേഴ്സുമായിട്ട് മെർജ് ചെയ്യുകയാണെങ്കിൽ ഫോർവേഡ് മെർജർ എന്ന് പറയും. ഓക്കെ, സപ്ലയർ ആണെങ്കിൽ ബാക്ക്വേർഡും കസ്റ്റമർ ആണെങ്കിൽ ഫോർവേഡ് മെർജർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കോൺഗ്ലറമേറ്റ് മെർജർ ആണ്. കോൺഗ്ലറമേറ്റ് മെർജർ എന്ന് പറയുന്നത് കമ്മിങ് ടുഗദർ ഓഫ് 2 or more എ ലിമിറ്റഡും ബി ലിമിറ്റഡും യാതൊരു ബന്ധമില്ലാത്ത ഒരു ബിസിനസ് അല്ലെങ്കിൽ യാതൊരു ബന്ധമില്ലാത്ത ഒരു സർവീസ് ആണ് ചെയ്യുന്നത് എന്നാണെങ്കിൽ അവർ രണ്ടാളും മെർജർ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെർജർ ആണ് കോൺഗ്ലറമേറ്റ് മെർജർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ബിസിനസ് ലാക്ക് കോമൺലി ഐദർ ഇൻ ദയർ എൻഡ് പ്രോഡക്റ്റ് or in the rendering of any specific type of services to the society. Then also in the other terms, the conglomerate mergers represents the merger of the firm engaged in unrelated lines of business എന്ന് കൂടി ഇതിനെ പറയുന്നുണ്ട്. Such mergers as in the fact of ununification എന്നുള്ളത് കൂടി നമ്മളുടെ ഈ മെർജറിന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കോൺസെൻട്രിക് മെർജർ ആണ്. സോ ഈ കോൺസെൻട്രിക് മെർജർ എന്ന് പറയുന്നത് ഓഫൻ കോൾഡ് കോൺസെറിക് മെർജർ എന്ന് കൂടി പറയുന്നുണ്ട്. ദ മെർജിംഗ് ഓഫ് ദ ഫേം ദാറ്റ് ഓപ്പറേറ്റ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി ബട്ട് ഡു നോട്ട് ഹാവ് ദ മ്യൂച്വൽ റിലേഷൻഷിപ്പ്. അതായത് രണ്ടാൾക്കാരും ഒരേ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും, മെർജർ ഒക്കെ ചെയ്യുന്നുണ്ടാകും, പക്ഷെ രണ്ടാളും തമ്മിൽ അറിയില്ല. എ ലിമിറ്റഡ് ആണ് ബി ലിമിറ്റഡിന് എടുത്തെന്ന് രണ്ടാൾക്കും അറിയില്ല. അതേപോലെ തന്നെ എ ലിമിറ്റഡും ബി ലിമിറ്റഡും തമ്മിലുള്ള യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതാണ് ഈ കോൺസെൻട്രിക് മെർജർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ വന്നിട്ട് അവർക്കൊരു ടാർഗറ്റ് കമ്പനി ഉണ്ടാകും. സോ അത് ത്രൂ, അതായത് ടെക്നോളജി ത്രൂ ആണ്, ഇങ്ങനെ ഏജൻസി അങ്ങനെ വഴിയായിരിക്കും ഈ മെർജറും സംഭവിച്ചിട്ടുണ്ടാവുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് റിവേഴ്സ് മെർജർ ആണ്. റിവേഴ്സ് മെർജർ എന്ന് പറയുന്നത് involve acquisition of a public company by a private company as it help private company to avoid extensive and complex process required to be followed in case ഇറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഗോയിങ് പബ്ലിക്. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനി ഇരിക്കുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് കമ്പനി വന്നിട്ട് പബ്ലിക് കമ്പനിയിലോട്ട് പോവാൻ വേണ്ടി കുറെ കോംപ്ലിസിറ്റീസും അങ്ങനെയുള്ള കുറെ കോംപ്ലക്സ് പ്രോസസ്സൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതാണ് ഈ റിവേഴ്സ് മെർജർ എന്ന് പറയുന്നത്. ഓക്കെ, പബ്ലിക് ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടും പ്രൈവറ്റ് ലിമിറ്റഡ് പബ്ലിക് ലിമിറ്റഡ് ആയിട്ടും വരുന്നതാണ് ഈ റിവേഴ്സ് മെർജർ എന്ന് പറയുന്നത്. ദെൻ ദിസ് ടൈപ്പ് ഓഫ് മെർജർ ഇസ് ഓൾസോ നോൺ ആസ് ബാക്ക് ഡോർ ലിസ്റ്റിംഗ് എന്ന് കൂടി നമ്മുടെ ഈ റിവേഴ്സ് മെർജറിനെ പറയുന്നുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് മെർജർ ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ടു ഗോ ഫോർ ദ
പബ്ലിക് ഇഷ്യൂ വിത്തൌട്ട് ഇൻകറിംഗ് ദ എനോറമസ് എക്സ്പെൻസസ് ആൻഡ് പാസിംഗ് ത്രൂ ദ ബേർഡൻസം പ്രോസസ്. അതായത് കൂടുതൽ പ്രോസസ്സോ ലീഗൽ പ്രോസസ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ അതേപോലെ തന്നെ കൂടുതലായിട്ടുള്ള എക്സ്പെൻസസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യുന്നതാണ് ഈ റിവേഴ്സ് മെർജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെർജറിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ്, സോ ഇതിൽ ആദ്യം മെർജർ എന്ന് പറഞ്ഞാൽ ടു കമ്പനീസ് അമാൽഗമേറ്റഡ് ടു ഫോം ന്യൂ കമ്പനി എന്നുള്ളതാണ് ഈ മെർജർ എന്ന് പറയുന്നത്. പക്ഷെ അക്വിസിഷൻ എന്ന് പറയുകയാണെങ്കിൽ വൺ കമ്പനി പർച്ചേസ് അനദർ കമ്പനി ഗെയിൻ കൺട്രോൾ ഓവർ ഇറ്റ് ഇസ് എന്നുള്ളതാണ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ദെൻ മെർജർ കമ്പനി എന്ന് പറയുന്നത് ടു കമ്പനീസ് ഡിസോൾവ് ടു ഫോം എ ന്യൂ എന്റർപ്രൈസ്. ഓക്കെ, രണ്ട് കമ്പനി ഡിസോൾവ് ചെയ്തിട്ട് ഒരു ന്യൂ എന്റർപ്രൈസ് ആണ് അവിടെ ഫോം ആവുന്നത്. പക്ഷെ അക്വിസിഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ദ ടു കമ്പനീസ് ഡു നോട്ട് ലോസ് ദെയർ എക്സിസ്റ്റൻസ് എന്നുള്ളതാണ് നമ്മളുടെ അക്വിസിഷൻ. ദെൻ മെർജർ എന്ന് പറയുമ്പോൾ മിനിമം നമ്പർ ഓഫ് കമ്പനീസ് ഇൻവോൾവ് ഇസ് 3, അതായത് 3 കമ്പനിയെങ്കിലും മെർജറിൽ വേണം. പക്ഷെ അക്വിസിഷൻ വന്നിട്ട് 2 കമ്പനീസ് ആണ്. ദെൻ മെർജർ എന്ന് പറയുമ്പോൾ വോളണ്ടറിലി ഒരു കമ്പനി ചെയ്യുന്നതാണ് മെർജർ എന്ന് പറയുന്നത്. പക്ഷെ അക്വിസിഷൻ എന്ന് പറയുമ്പോൾ വോളണ്ടറി ആകാം, ഇൻവോളണ്ടറിലിയും ആകാം. ഓക്കെ, ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ സ്റ്റെപ്സ് ഇൻ അപ്ലൈയിങ് അക്വിസിഷൻ മെത്തേഡ് ആണ്. സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ആദ്യം വന്നിട്ട് ഒരു അക്യുററിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു അക്യുററിനെ വന്നിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് നമ്മൾ എ ലിമിറ്റഡ് ബി ലിമിറ്റഡ് എന്ന് പറഞ്ഞു, ബി ലിമിറ്റഡിനെ തന്നെയാണ് നമ്മൾ അക്യൂർ ചെയ്യണോ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനെ നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അതാണ് ആദ്യത്തെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ എ ലിമിറ്റഡിന് സി ലിമിറ്റഡിലോട്ട് പോവാലോ, സി ലിമിറ്റഡ് ആയിട്ട് അക്യൂർ ചെയ്യാലോ. പക്ഷേ എ ലിമിറ്റഡ് ബി ലിമിറ്റഡുമായിട്ട് തന്നെ അക്യൂർ ചെയ്യണം എന്നുള്ള ഒരു കാര്യം വരുന്നല്ലോ. ആ സമയത്ത് അതിന്റെ റീസൺസും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സോ അതാണ് ഐഡന്റിഫൈയിങ് ദ അക്യൂറർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിറ്റർമൈൻ ദ അക്വിസിഷൻ ഡേറ്റ്. ഓക്കെ, അക്യൂററിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. എ ലിമിറ്റഡ് എന്ന് പറഞ്ഞു, എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെയാണ് അക്യൂർ ചെയ്യാൻ പോകുന്നത്. ദെൻ അതിനുശേഷം നമ്മളത് അക്വിസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് വന്നിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. ഓക്കെ, ലീഗലി വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ അക്വിസിഷൻ ഡേറ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. ദെൻ അതിനുശേഷം recognizing and measuring the identifiable assets secured, the liabilities assumed and any non-controlling interest in the acquisition. അതായത് നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അസറ്റ്സും ലൈബിലിറ്റീസും ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് നമ്മൾ എത്രയാണ് അക്വയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് വരുന്ന സമയത്ത് ഇപ്പൊ ബി ലിമിറ്റഡിനെ എടുക്കുകയാണെങ്കിൽ ബി ലിമിറ്റഡിന്റെ 80% ഷെയറും എ ലിമിറ്റഡ് എടുക്കുകയാണ്. പക്ഷെ 20% ഔട്ട്സൈഡേഴ്സിനാണ് എന്നാകുന്ന സമയത്ത് ആ 20% വന്നിട്ട് എ ലിമിറ്റഡ് കൊടുത്തിരിക്കണം, എന്നാലേ അക്വിസിഷൻ നടക്കത്തുള്ളൂ. ഓക്കെ, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ അതിനുശേഷം നമ്മളുടെ മെഷർമെന്റ് ഓഫ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ആണ്. അതായത് ഇപ്പൊ 20% വന്നിട്ട് വേറൊരാളാണ്, അതായത് ഡി ലിമിറ്റഡിന്റെ കയ്യിലാണെന്ന് വെക്കി. ആ ഡി ലിമിറ്റഡിന്റെ കയ്യിലാണ് 20%. ആ 20% നമ്മൾ ഈ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിലൂടെ മെഷർ ചെയ്തിട്ട് അത് അവർക്ക് അങ്ങോട്ട് കൊടുത്ത് സെറ്റിൽ ഓഫ് ചെയ്യണം, എന്നാലേ ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മെഷർമെന്റ്. ഓക്കെ, അപ്പൊ ഈ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റിന്റെ മെഷർമെന്റ് ഒക്കെ നമ്മൾ ഇതിന്റെ മുന്നിൽ നമ്മുടെ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പഠിച്ചത് തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെഷറിംഗ് ദ കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് ഓർ പെയ്ഡ്. അതായത് ഈ കൺസിഡറേഷൻ വന്നിട്ട് ട്രാൻസ്ഫർ ചെയ്യണോ പെയ്ഡ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യണം. അതിന് വന്നിട്ട് കണ്ടീജന്റ് കൺസിഡറേഷനും ഉണ്ട്, ഡിഫേർഡ് കൺസിഡറേഷനും ഉണ്ട്. കൺസിഡറേഷൻ ഇതിൽ വന്നിട്ട് കണ്ടീജന്റ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ IFRS 3 അതേപോലെ തന്നെ ഇന്ത്യ AS 103 ആണ് ഇതിൽ പറയുന്നത്. ഫെയർ വാല്യൂ കണ്ടീജന്റ് കൺസിഡറേഷൻ ആണ് നമ്മളുടെ ഈ കൺസിഡറേഷനിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഫെയർ വാല്യൂ ആയിരിക്കും ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ദെൻ ഈ ഡിഫേർഡ് കൺസിഡറേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇൻ സം ഓഫ് ഓൾ ദ സിറ്റുവേഷൻ പർച്ചേസ് കൺസിഡറേഷൻ ഷോൾ നോട്ട് ബി പെയ്ഡ് ഇൻ ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. ആ ഡേറ്റ് ഓഫ് അക്വിസിഷൻ കൊടുക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ഇനിയൊരു ഡേറ്റ് വന്നിട്ട് അവരോട് ചോദിച്ച് മേടിക്കുമായിരിക്കും. ആ ഡേറ്റിലോട്ട് കൊടുക്കുന്നതാണ് ഈ ഡിഫേർഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അവിടുത്തെ ആ പേയ്മെന്റ് ഡിഫേർഡ് ആണ്. ഇനി നമ്മൾ അതിനുശേഷം ചെയ്യുന്നതാണ് ഈ ഡിഫേർഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് റിക്കഗ്നൈസേഷൻ ആൻഡ് മെഷറിംഗ് ഗുഡ് വിൽ. ദെൻ നമ്മളുടെ ഗുഡ് വിൽ മെഷർ ചെയ്യുക എന്നുള്ളത്. ഗെയിൻ ഫ്രം എ ബാർഗെയിനിങ് പർച്ചേസ് വന്നിട്ട് നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഇതും IFRS 3 ഇന്ത്യ AS 103 കവർ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഗുഡ് വിൽ അക്വയറിംഗ് ട്രീറ്റ്മെന്റിലൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾക്കറിയാലോ, ഗുഡ് വിൽ കൺസിഡറേഷനും നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് അതിന്റെ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മിക്കവാറും എക്സാമിന് കണ്ടിട്ടുള്ളതാണ് ഈ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്. സോ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് സം ഓഫ് അക്വിസിഷൻ ഡേറ്റ ഫെയർ വാല്യൂ ഓഫ് ദ അസറ്റ്സ് ട്രാൻസ്ഫേർഡ് ബൈ ദ അക്വയറർ, ദ ലയബിലിറ്റി ഇൻകേർഡ് ബൈ ദ അക്വയറർ ടു ഫോർമർ
ഓണേഴ്സ് ഓഫ് ദ എക്വയറി ആൻഡ് ദ ഇക്വിറ്റി ഇൻട്രസ്റ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ എക്വയറർ എന്നുള്ളതാണ് നമ്മുടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഇപ്പൊ രണ്ട് പാർട്ടീസും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിൽ വരികയാണ്. കോൺട്രാക്റ്റിൽ വരുന്ന സമയത്ത് എയും ബിയും അതിൽ അവർ രണ്ടാളും തമ്മിലുള്ള ആ വാല്യൂ വന്നിട്ട് അവർ ഫിക്സ് ചെയ്യില്ലേ, ആ വാല്യൂവിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇൻ ദ കോൺട്രാക്ട് ബേസിസ് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ വരുന്ന സമയത്തും അതിൻ്റെതായിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രിമെന്റ് നടത്തുന്ന സമയത്ത് അതിൽ വരുന്നതാണ് ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ദ സം ഓഫ് അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂ ആണ്. ഓക്കെ, നമ്മുടെ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ലൈബിലിറ്റി ഇൻകേർഡ് ചെയ്തതുമായിട്ടുള്ള ഒരു വാല്യൂ ആണ് ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇതിന് വന്നിട്ട് നമ്മുടെ എക്വയറും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. ഓക്കെ, എക്വയറി ആൻഡ് എക്വയറർ തമ്മിൽ ബന്ധപ്പെട്ടതാണ് ഈ കൺസിഡറേഷൻ, പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇതിന് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് വന്നിട്ട് നമ്മുടെ ലംസം മെത്തേഡാണ്. ലംസം മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് പേ ചെയ്യുക എന്നുള്ളതാണ് ഈ ലംസം മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ നെറ്റ് പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇതിൽ ഓൾ പേയ്മെന്റ് മെയ്ഡ് ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ എക്വയറി സച്ച് പേയ്മെന്റ് മേ ബി ഡൺ ഫോർ ദ ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് മേ ബി എയ്തർ ഇൻ ദ ഫോം ഓഫ് ഷെയർസ് ഓർ ക്യാഷ്. അതായത് നെറ്റ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ ഷെയർസ് ആയിട്ടോ നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനോ നമ്മൾ പേ ചെയ്യുന്നതാണ് ഒന്നാമത്തെ നെറ്റ് പേയ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ ആഡിങ് ഓൾ ദ പേയ്മെന്റ്സ്, എല്ലാ പേയ്മെന്റ്സും ആഡ് ചെയ്തതിന് ശേഷമാണ് ഈ നെറ്റ് പേയ്മെന്റ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ would never include the payment made to the debenture holders and other outside creditors. ഓക്കെ, നമ്മളുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെയും അതർ ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സിനെയും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ദിസ് മേ ബി ടേക്കൺ ഓവർ ബൈ ദ എക്വയറർ ആൻഡ് ദെൻ പേ ബൈ ഇറ്റ്. അതായത് നമ്മൾ അതിനുശേഷം നമ്മൾ പേ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുമാണ് പേയ്മെന്റ് കൊടുക്കുന്നത്, അല്ലാതെ നമ്മുടെ ഡിബഞ്ചർ ഷെയർ ഹോൾഡേഴ്സിനും അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനും അല്ല നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ദ പേയ്മെന്റ് മെയ്ഡ് ബൈ ദ എക്വയറർ ടുവേർഡ്സ് ദ കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. അതായത് നമ്മുടെ ലിക്വിഡേഷൻ എക്സ്പെൻസ് ഇറ്റ്സ് ഓൾസോ നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ കൺസിഡറേഷൻ. അതേപോലെ തന്നെ ഈ ലിക്വിഡേഷൻ എന്നുള്ളത് നമ്മളിവിടെ ആഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും നമ്മൾ ആഡ് ചെയ്യാറില്ല. അതേപോലെ തന്നെ ഈ ലിക്വിഡേഷൻ എക്സ്പെൻസും കാര്യങ്ങളൊന്നും നമ്മൾ ഈ നെറ്റ് പേയ്മെന്റ് മെത്തേഡ്സിൽ ആഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് നെറ്റ് പേയ്മെന്റ് മെത്തേഡ്. ദെൻ മൂന്നാമത്തെ മെത്തേഡാണ് നെറ്റ് അസറ്റ് മെത്തേഡ്. നെറ്റ് അസറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ദ എമൗണ്ട് of consideration is determined on the basis of assets and liabilities taken over by the acquirer company. അതായത് acquirer company taken over ചെയ്ത അസറ്റ്സിന്റെയും ലൈബിലിറ്റിയും ബേസിസിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഈ നെറ്റ് അസറ്റ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വന്നിട്ട് കമ്പനി ഹാസ് എഗ്രീഡ് ടു ടേക്ക് ഓവർ ദ പർട്ടിക്കുലർ അസറ്റ്സ് ഓർ ലൈബിലിറ്റീസ്. ഓക്കെ, പർട്ടിക്കുലർ അസറ്റ്സും ലൈബിലിറ്റീസും ആയിരിക്കും ഇവർ വന്നിട്ട് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് സമ്മതിച്ചിട്ടുള്ളത്. സോ ഇതിൽ നമ്മൾ കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അസറ്റ്സ് ടേക്കൺ ഓവർ അറ്റ് അഗ്രീഡ് വാല്യൂ മൈനസ് ലൈബിലിറ്റി ടേക്കൺ ഓവർ അറ്റ് അഗ്രീഡ് വാല്യൂ എന്നുള്ളതാണ് ഈ കൺസിഡറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഷെയർസ് എക്സ്ചേഞ്ച് മെത്തേഡാണ്. അതായത് ഷെയർ വന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. കൺസിഡറേഷൻ നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കും ഈ മിക്കവാറും ഈ എക്സ്ചേഞ്ചസ് നടക്കുക. ഇതിന് നമ്മൾ ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ് അല്ലെങ്കിൽ ഇൻട്രൻസിക് വാല്യൂ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് പറയുമ്പോൾ ഡിവൈഡിങ് ദ നെറ്റ് അസറ്റ്സ് ബൈ ദ നമ്പർ ഓഫ് ഷെയർസ്. നെറ്റ് അസറ്റ്സിനെ വന്നിട്ട് നമ്പർ ഓഫ് ഷെയർസുമായിട്ട് ഡിവൈഡഡ് ബൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയുന്നത്. നെറ്റ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഓൾ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലൈബിലിറ്റീസ് എന്നുള്ളതാണ്. സോ ഇത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇതാണ് ഷെയർസ് എക്സ്ചേഞ്ച്. ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്നുള്ളതാണ്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ദ ടേക്ക് പ്ലേസ് വെൻ ആൻ എക്സിസ്റ്റിംഗ് വീക്ക് കമ്പനി ഗോസ് ഇൻ ടു ദ ലിക്വിഡേഷൻ ഫോർ ദ പേർപ്പസ് ഓഫ് സെല്ലിംഗ് ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ടു ന്യൂലി ഫോംഡ് കമ്പനി. അതായത് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതായത് ഫിനാൻഷ്യലി വീക്ക് ആയിട്ടുള്ള ഒരു കമ്പനി അതിന്റെ അസറ്റ്സും ലൈബിലിറ്റീസും വന്നിട്ട് സെയിൽ ചെയ്യാനായിട്ട് പുതിയ ഒരു കമ്പനിയുമായിട്ടൊരു പോവുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു ഫോംഡ് കമ്പനിയുമായിട്ട് പോകുന്നതിനെയാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നതാണ് ഈ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, വെൻ എ കമ്പനി അക്യുമുലേറ്റ് ഹ്യൂജ് ലോസസ് ആൻഡ് അസറ്റ്സ് ആർ ഓവർ വാല്യൂഡ് ആവുന്ന സമയത്ത് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ നടക്കും. അതേപോലെ തന്നെ വെൻ എ കമ്പനി വോണ്ട് ടു എക്സ്പാൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇപ്പൊ
ഒരു കമ്പനി എ ലിമിറ്റഡ് മാത്രമായിട്ട് ഇരിക്കുകയാണ്. ഒരു നല്ലൊരു കമ്പനി ഇരിക്കുന്ന സമയത്ത് അവരുടെ അസറ്റ്സും ലൈബിലിറ്റീസും വന്നിട്ട് അവരുടെ കൂടെ പോകുന്ന സമയത്ത് അതൊരു നല്ലൊരു കമ്പനി ആവുന്ന സമയത്ത് അവരുടെ കമ്പനിയുടെ വാല്യൂ കൂടി എക്സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. സോ അതിനു വേണ്ടി ഞാൻ അതേപോലെ തന്നെ വെൻ ദാർ ഇസ് ഷോർട്ടേജ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അതായത് ഡേ ടു ഡേ ട്രാൻസാക്ഷൻ നമ്മുടെ കമ്പനിയിൽ യൂസ് ചെയ്യുന്നതാണ്. സോ ആ വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജ് തന്നെ വരുന്ന സമയത്തും നമ്മുടെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ നടത്തും. അതേപോലെ തന്നെ വെൻ എ കമ്പനി വിഷസ് ടു ചേഞ്ച് ഡൊമിസൈൽ, അതായത് ഈ കമ്പനി വന്നിട്ട് ഡൊമിസൈൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിലും, അതായത് ഇന്ത്യയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ഇനി വേറെ എങ്ങോട്ടെങ്കിലും റൺ ചെയ്യണമെന്നാണെങ്കിൽ അപ്പോഴും ഈ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ നടക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്ന തിയറീസ്. ദെൻ ഇതിൽ വരുന്ന ജേർണൽ എൻട്രീസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മളുടെ അക്കൗണ്ടിങ്, നമ്മുടെ അക്യൂറിംഗ് കമ്പനി ചെയ്യുന്ന സമയത്ത് വരുന്ന ജേർണൽ എൻട്രീസും ദെൻ പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ തിയറീസ് ഇത്രയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, സോ നല്ലോണം പഠിച്ചിട്ട് പോവുക. സോ ഓൾ ദി ബെസ്റ്റ്. Thanks for watching.